ആവേ മരിയ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദിവസം വണക്കമാസത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ കുറിച്ചുള്ള ധ്യാനമാണ്. ഹൃദയമെന്ന വാക്ക് ബൈബിളിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്കാണ്. ഹൃദയമായിട്ട് നമുക്ക് കൂടുതൽ മാനുഷയുക്തിയിൽ പരിചയം സീറ്റ് ഓഫ് ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളുടെയൊക്കെ ഒരു ഇരിപ്പിടമാണ് ഹൃദയം എന്നൊക്കെയുള്ളൊരു പറച്ചിലുണ്ട്. അതായത് നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുമ്പം നമ്മൾ പലപ്പോഴും പറയുന്നു അവർ നമ്മുടെ ഹൃദയമാണ് വേദനിപ്പിച്ചതെന്ന് പറയും. ഈ ഒരു വാക്ക് ഒരുപക്ഷെ എൻ്റെ ഹൃദയത്തിലാണ് അവൻ പറഞ്ഞത് കൊണ്ടതെന്നൊക്കെയാണ് പറയണത്. കാരണം അത്ര അതെന്നെ വിഷമിപ്പിച്ചെന്ന് പറയാനായിട്ടുള്ളൊരു വെർബൽ എക്സ്പ്രഷനായിട്ട് പറയാറുണ്ട്. ഇറ്റ് ടച്ച്ഡ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെയാണ് അവൻ വേദനിപ്പിച്ചത്. കാരണം അത്രത്തോളം ഞാൻ വേദനിച്ചു. ഇത് കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെ സ്നേഹം ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ സ്നേഹത്തിൻ്റെ ചിഹ്നവും എല്ലാം ഇങ്ങനെ ഹാർട്ടിൻ്റെ ചിഹ്നമാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ കുറിച്ചുള്ള ഇന്നത്തെ ചിന്ത, അമ്മയെക്കുറിച്ച് ലൂക്കയുടെ സുവിശേഷം 2:51 പറയണത്. മാലാഖ വന്നു, കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അല്ലെങ്കിൽ അതിനുശേഷവും ദേവാലയത്തിൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടി. അതിനുശേഷം ബാലനായ ഈശോ നഷ്ടപ്പെട്ട് കണ്ടുമുട്ടുമ്പോഴും മാതാവ് അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് വചനം പറയുന്നത്. അപ്പോഴൊന്നും മിണ്ടിയില്ല. ഹൃദയത്തിൽ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കൊടുക്കാനായിട്ട് മാതാവ് നിന്നില്ല. കാരണം ഇതൊരു ദൈവിക രഹസ്യമാണെന്നുള്ളൊരു ബോധ്യം മാതാവിനുണ്ടായിരുന്നു. ഈ ഒരു നിശബ്ദത മാതാവിൻ്റെ അവസാനം വരെയും കൂടെ സഞ്ചരിച്ചിരുന്നൊരു കാര്യമാണ്. ഉടമ്പടി എടുത്ത് വണക്കമാസത്തിലായിരിക്കുന്നവർക്ക് എപ്പോഴും ഈ ഒരു ഹൃദയവും ഹൃദയത്തിൻ്റെ ചിന്തകളുമായിട്ടുള്ള ഈ ഒരു വണക്കമാസത്തിൽ എപ്പോഴും ചിന്തിക്കാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന മാലാഖമാരെ, നമ്മളെപ്പോഴും മാലാഖമാരെ മാത്രമല്ലല്ലോ, മാലാഖമാരെ പോലുള്ള മനുഷ്യന്മാരെ നമ്മൾ കേൾക്കും, പിശാചുകളെപ്പോലുള്ള മനുഷ്യന്മാരും നമ്മളെ കേൾക്കും. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സദ്വാർത്തകളും ദുരന്ത വാർത്തകളുമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കണം എന്നുള്ളൊരു സന്ദേശമുണ്ട്. അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ സംഗ്രഹിക്കേണ്ടാത്തതുണ്ട് എന്നുള്ളൊരു കാര്യം മാതാവിൻ്റെ ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. പണ്ട് സെമിനാറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 9:30 ശേഷം ഈ ഗ്രാൻഡ് സൈലൻസ് എന്ന് പറയുന്നത്, അതായത് ഒന്നും മിണ്ടാൻ പാടില്ല, അതാണ് നിയമം. അപ്പോൾ നമ്മൾ ഓരോരുത്തർ കൊച്ചു കൊച്ചു മുറിയിൽ ഓരോ ബ്രദേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തുള്ളവരുണ്ട്. അപ്പോൾ 9:30 ശേഷം ഞങ്ങൾ 10 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണം. 9:30 അത് മഠത്തിലും സെമിനാറിലൊക്കെ അങ്ങനെ. അപ്പോൾ ഇങ്ങനൊരു സമയത്ത്, വളരെ നിശബ്ദമായിട്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് ആരും ഒന്നും സംസാരിക്കാറില്ല, ആരും പരസ്പരം ശല്യപ്പെടുത്താറില്ല, ആരും മിണ്ടരുതെന്നുള്ള നിയമമുണ്ട്. ആ സമയം നമ്മൾ വചനം വായിച്ച് ധ്യാനിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാക്ടീസ്. അപ്പോൾ അന്ന് ഒരു രാത്രി ആയപ്പോൾ കിടന്ന് ഒച്ചത്തിൽ എന്നും പറഞ്ഞ് ഭയങ്കര കേൾക്കുന്ന ഭയങ്കര ഒരു അലർച്ച. ഞങ്ങളുടെ ക്യൂബിക്കൽ സിസ്റ്റമാണ്, അതായത് ഇൻഡിവിജ്വൽ മുറിയല്ല, ഒരു വലിയൊരു ഹോളിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോരുത്തർ. കാരണം നമ്മളിങ്ങനെ ഭാവിയിൽ പൗരോഹിത്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവർ പതുക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫിലോസഫിയിൽ പിന്നെ ഒരു ഹോളിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് സംസാരിച്ചാലും കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഒച്ചത്തിൽ ഒരാൾ കാറുമ്പം നമ്മൾ വിചാരിക്കണത് ഇതെന്തെങ്കിലും വല്ല സ്വപ്നം കണ്ടതോ, അല്ലെങ്കിൽ വല്ല സിനിമ കണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കണ്ട് ഒച്ചത്തിൽ കിടന്ന് കാറുന്നതാണ്, അല്ലെങ്കിൽ വല്ല പേടിച്ചിട്ട് കാറുന്നതാണെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുമല്ലോ. കാരണം ഇത്രയും നിശബ്ദതയിൽ നിൽക്കുമ്പോൾ ഒരാൾ കിടന്ന് അമറുക എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ കുറേ പേര് ഓരോരുത്തരുടെ ഇമോഷണൽ നിലവാരം അനുസരിച്ച് ഓരോരുത്തർ പെരുമാറാൻ തുടങ്ങി. എന്തു പറ്റി, ആരാണ് വെള്ളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ചിലർ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ആന വേണമല്ല അമരട്ടെ എന്ന് പറഞ്ഞ് ചിലർ എഴുന്നേക്കത്തില്ല. കാരണം ചിലരുടെ ഉറക്കം അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങി, ഇനിയിപ്പോൾ എഴുന്നേറ്റ് പോയി നോക്കിയിട്ട് വേണം ഇനി എൻ്റെ ഉറക്കം പോകുന്നത്. പക്ഷെ ചിലർക്ക് ഭയങ്കര ദേഷ്യം വരും. ദേഷ്യം എന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തരുടെയും ബോട്ടപ്പ് കൾച്ചർ അനുസരിച്ച്
അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താണ് ഇവിടെ ബഹളം ഉണ്ടാക്കണത്, ഇത് നിശബ്ദമാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് ലീഡർ പറയും. ലീഡറിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയാം. അപ്പം ഒച്ചത്തിൽ പിന്നെയും കിടന്ന് ബഹളമാണ്. 2-3 പേര് ഉത്തരവാദിത്തപ്പെട്ടവർ ഒക്കെ ഇറങ്ങി മുറിയിൽ ചെന്ന് നോക്കും. അപ്പോൾ വരുമ്പം നമ്മൾ വിചാരിക്കണത് ഈ പുള്ളിക്കാരൻ എന്തോ സ്വപ്നം കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ വല്ലതും കണ്ടിട്ട് വായിച്ചിട്ടൊക്കെ കിടന്ന് ഒച്ചത്തിൽ അമറുക എന്നുള്ള. അപ്പോൾ നമ്മളെല്ലാം കൂടി ഈ പെട്ടെന്ന് അപ്പുറത്ത് വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നാട്ടുകാർ അയൽപ്പക്കക്കാർ കൂടുന്ന കണക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോരുത്തർ കഥക് തുറക്കുമ്പോൾ ശബ്ദം കേൾക്കാം, ഡും ട്രെങ്. അപ്പോൾ എല്ലാവരും ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ക്യൂരിയോസിറ്റി. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് പുള്ളിയുടെ മുറിയിലെത്തി. അപ്പോൾ ചിലർക്ക് തമാശ രൂപേണ എന്താണ് സംഭവിച്ചെന്നറിയാം, ചിലർക്ക് ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം വേറെ സമയമൊന്നും റെസ്റ്റ് എടുക്കാൻ കിട്ടത്തില്ല, അതിൻ്റെ ദേഷ്യം, അങ്ങനെ മിക്സ്ഡ് ഫീലിങ്സിൻ്റെ നടുവിൽ കഥ തുറക്കുമ്പം ഈ പറയുന്ന ബ്രദർ ഷെമാശൻ കരയണത് ഈ പുള്ളിക്കീടൻ്റെ അപ്പച്ചൻ മരിച്ചു പോകും. ആ വാർത്ത അവന് ലഭിക്കണത് ആ രാത്രി 10:30 ശേഷം. ഈ വാർത്ത കേട്ടതിന് ശേഷം ഒച്ചത്തിൽ കിടന്ന് കരഞ്ഞതാണ് പുറത്ത് നമ്മൾ കേട്ടത്. ഇത് കേട്ടതിന് ശേഷം ദേഷ്യത്തോടെ വന്നവരും തമാശ കളിക്കാൻ വന്നവരും സ്നേഹത്തോടെ തിരക്കാൻ വന്നവരും ഒന്നും എല്ലാവരും നിശബ്ദരായിട്ട് എന്ത് പറയാനാ, തട്ടി തലോടി നാളെ ഇപ്പം റെക്ടറച്ചൻ്റെ ഒക്കെ പറയണ്ടേ, വീട്ടിൽ പോകണ്ടേ, ചിലരൊന്നും മിണ്ടുന്നില്ല. അപ്പം ചില സാഹചര്യങ്ങളിലെങ്കിലും ഫസ്റ്റ് സിറ്റുവേഷനിലൊക്കെ നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും കറക്റ്റാകണമെന്നൊരു നിർബന്ധമില്ല. ഒരു വ്യക്തി നമ്മളോട് ആക്രോശിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു ചരിത്രം ഉണ്ട്. അപ്പം നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ ദേഷ്യത്തോടും സ്നേഹത്തോടും വിടുമ്പം അയാൾ വളർന്ന രീതിയും അയാൾ അനുഭവിക്കുന്ന വേദനയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഉടമ്പടി ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പം നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളോട് പറയുന്ന വാക്കുകളായിട്ട് തന്നെ ഹൃദയത്തിലേക്ക് എടുക്കരുത്. പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിലിട്ട് സംഗ്രഹിച്ച് പ്രാർത്ഥനാ വിഷയം ആക്കിയതിന് ശേഷം മാത്രമേ ഒരു റെസ്പോൺസ് നമ്മൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. നമുക്കറിയത്തില്ലല്ലോ അവരെന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നതെന്ന്. അച്ഛൻ എപ്പോഴും ആരാധനയിൽ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പം നമ്മൾ ഉടൻ തന്നെ ദൈവത്തിനെതിരെ തിരിയുന്ന ഒരു മനോഭാവം എടുക്കരുത്, പ്രത്യേകിച്ച് ഉടമ്പടിയിലായിരിക്കുന്നവർ. അതൊരു ടെസ്റ്റിംഗ് ടൈമാണെന്ന് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നതാണ്. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രതിസന്ധിയും നമ്മുടെ ഭാഗത്ത് വന്ന് തട്ടുമ്പം അല്ലെ താടിക്ക് ഞോണ്ടുമ്പം പെട്ടെന്ന് കയറി പ്രകോപിക്കാനായിട്ട് നിൽക്കരുത്. അതൊരു ആത്മീയമായിട്ടൊരു വിജിലൻസ് നമുക്കെപ്പോഴും ദൈവിക തിരുസന്നിധിയിൽ പോകുമ്പം എപ്പോഴും ഉണ്ടാകണമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് വരെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ ആദ്യം നമുക്കുണ്ടാകേണ്ടത് ഈ ഹൃദയത്തിലേക്ക് നമ്മൾ എടുക്കുന്ന വാക്കുകളെ ഒന്ന് സംഗ്രഹിച്ച് പ്രാർത്ഥന വിഷയമാക്കിയിട്ട് ഒരു റെസ്പോൺസ് കൊടുക്കാവുള്ളൂ. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം കൊടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കണില്ല. നമ്മൾ ചെല്ലുന്നിടത്ത് എല്ലാവരും നമ്മളെ സ്നേഹത്തോടെ സ്വീകരിക്കണമെന്നും കർത്താവ് പറയണമില്ല. അതാണല്ലോ പറയുന്നത്, സമാധാനത്തിൻ്റെ ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് സമാധാനം കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ കാലിൽ പൊടി തട്ടിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു ഉടമ്പടി ഒരു പ്രേക്ഷിത യാത്രക്കാരനുണ്ടാവേണ്ട ആദ്യത്തെ മനോഭാവം, ഞാൻ എല്ലായിടത്തും ചെല്ലുമ്പോൾ എന്നെ കൈനീട്ടി സ്വീകരിച്ച് എന്നോട് ഇരിക്കാൻ പറഞ്ഞ് എൻ്റെ കയ്യിലുള്ള പത്രങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ ശ്രവിക്കുന്ന ഒരു ജനസമൂഹത്തിന് മുമ്പിൽ സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ പോകുന്ന ഈ യാത്രയിൽ ചിലർ നമ്മളെ ആക്രോശിക്കും, ചിലർ നമ്മളോട് ദേഷ്യപ്പെടും, ചിലർ നമ്മുടെ സ്നേഹത്തിൽ പറയും. എന്തു തന്നെയാണെങ്കിലും പരിശുദ്ധ അമ്മയെപ്പോലെ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അപ്പം തന്നെ കൊടുക്കാതിരിക്കുവാൻ നോക്കുന്നതാണ് ഉടമ്പടിയിലുള്ളവരുടെ ആത്മീയമായ അഭിവൃദ്ധിക്കും ജീവിതത്തിന് എപ്പോഴും നല്ലതായിട്ടുള്ള ഒരു മാനുഷിക ടെൻഡൻസി വെച്ച് നീ പോടാന്ന് വിളിക്കുമ്പോൾ നീ പോടി എന്ന് പറയാനായിട്ടുള്ളൊരു ടെൻഡൻസി ഒരു ജഡീകമായൊരു മാനുഷിക ടെൻഡൻസിയാണ്. ഇതിനെയാണ് നമ്മൾ ഉടമ്പടിയിൽ ട്രെയിൻ ചെയ്യണം. നിങ്ങളത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം ഒരുപാട് പേര് അവസാനം പറയുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ് അവർക്ക് കിട്ടിയ OIT-യേക്കാളും സ്ഥലം വിറ്റതിനേക്കാളും വലുത്. എന്ത് രസമായിട്ട് ചിലരൊക്കെ പറയണം, ഞാൻ 1 പറഞ്ഞ 2 കഴുത്തേ കയറുന്ന സ്വഭാവമാണ്. രസമായിട്ട് അല്ലെങ്കിൽ 1 പറഞ്ഞ 2 ഞാൻ അമ്മയുടെയൊക്കെ തറുതല പറയും. പക്ഷേ ഇതിന് ശേഷം അമ്മ പറയുന്നതിൽ കാര്യമുണ്ടെന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി എന്നുള്ള. കാരണം ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നതിലല്ല കാര്യം,
ആ പ്രാർത്ഥന അയാളുടെ ക്യാരക്ടറിൽ, അയാളുടെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഉടമ്പടിയുടെ ജീവിതം കണ്ടിട്ടാണ് ആളുകൾ വരണം. ഇന്നലെ ഒരു യുവാവായിട്ടുള്ള ചെറുക്കൻ പറഞ്ഞത്, എൻ്റെ ചേട്ടനാണ് ആദ്യം ഉടമ്പടി എടുത്തത്, എടാ അവൻ മാറുന്ന കണ്ടിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നതെന്നുള്ള. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താണ് ഇവൻ്റെ വാവൊളിച്ച് പറയാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയും സാക്ഷ്യം പറയാനായിട്ട് ആളുകൾ വരുമ്പം ചിലർ വന്ന് നമ്മൾക്ക് ഇങ്ങനെ പറയും. കഴിഞ്ഞ ദിവസം വരുമ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഒച്ചത്തിൽ നമ്മളിങ്ങനെ തിക്കും തിരക്ക് നിൽക്കില്ല. അപ്പോൾ ചേച്ചി ഒച്ചത്തിൽ പറയാമോ? അപ്പോഴാണ് മനസ്സിലായി, ആന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായി ചേച്ചിക്ക് ചെവി കേൾക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞു, അയ്യോ സോറി ഏട്ടാ എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഈ തിക്കും തിരക്കിലും നിൽക്കുമ്പം അപ്പോൾ അവരുടെ സൈഡിലുള്ള സത്യവും അവരെന്തുകൊണ്ട് ഇങ്ങനെ ഒച്ചത്തിൽ പറയുന്നില്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടാമത്തേന് ചൂടാകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉടമ്പടിയിലും വിശ്വാസ ജീവിതത്തിലും നമ്മളെ ഇകഴ്ത്തുവാനായിട്ട് കാരണമാകരുത് എന്നുള്ളത് നമുക്കെപ്പോഴും മനസ്സിലുണ്ടാകണം. അതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്വന്തം ബന്ധമാണെങ്കിൽ നമ്മളത് ക്ഷമിക്കും. അയൽപ്പക്കമോ നമ്മുടെ വേറെ ബന്ധുക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ കൊച്ചു മകൻ ചൂടായിക്കഴിഞ്ഞാൽ അമ്മ ക്ഷമിക്കുമല്ല, അതവൻ്റെ സ്വഭാവമോ, അവനിങ്ങനെ മുൻചുണ്ടിക്കാരനാണെന്ന് ക്ഷമിക്കും. പക്ഷെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ് ചൂടാകുന്നെങ്കിൽ നമ്മൾ മാറും. അവൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് മുൻചുണ്ടിയുടെ ക്ഷമിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ഒരു ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഉടമ്പടിയിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനായിട്ട് ഉണ്ടാകേണ്ട ബന്ധം ഇതുപോലെ ഒരു ക്രിസ്തു ബന്ധം, രക്തബന്ധമാണെന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. നീ ഈ ഒരുവനിൽ 25-35 വചനങ്ങളിൽ പറയുന്നുണ്ട്, നീ ഈ ചെറിയ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു പക്ഷേ ചിലരെ ക്ഷമിക്കാതെ, ക്ഷമിച്ചും ചിലരോട് ദേഷ്യപ്പെടാതെയൊക്കെ വിട്ട ആ സമയങ്ങളെല്ലാം നിൻ്റെ ക്രെഡിറ്റ് ബുക്കിൽ കൗണ്ടായിട്ടുണ്ടെന്നുള്ള വലിയൊരു സന്ദേശം ഇതിനകത്തുണ്ട്. എൻ്റെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഈ വലിയ രഹസ്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആവശ്യമായത് മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോയതുപോലെ ഉടമ്പടി ജീവിതത്തിലായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ ഉണ്ടാവത്തില്ലെന്ന് കർത്താവ് പറയണില്ല. നേരെ തിരിച്ചാണ് പറയണത്. യോഹന്നാൻ്റെ 15:25 പറയണത്, എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെ പീഡിപ്പിക്കുന്ന പറയണം. അത് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതുകൊണ്ട് കാര്യം പറയണം. എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെയും പീഡിപ്പിക്കും. നിങ്ങളെ പീഡിപ്പിക്കുന്നവർ ബലിയർപ്പിക്കുന്നു, അവരുടെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്ന കാലയളവ് പോലും ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ക്ലേശകാലം ഉണ്ടാകുമെന്ന് തന്നെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രബോധനം, ഏത് കാലത്ത് ഞാൻ നിൻ്റെ യുഗാന്ത്യം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രബോധനം. ഉടമ്പടി ജീവിതത്തിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആദ്യം ശ്രദ്ധിക്കാനുള്ളത്, കാര്യത്തിൻ്റെ ഗൗരവമനുസരിച്ച് ആദ്യം തന്നെ ഇമോഷണലായിട്ടുള്ളൊരു പ്രതികരണം ഉടമ്പടിയിലായിരിക്കുന്നവർ നടത്താതിരിക്കുന്നതിനാണ് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഉണ്ടാകുമ്പം ഫസ്റ്റ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, അല്ലെങ്കിൽ വിധിക്കരുത് എന്നൊക്കെ പറയുന്ന കർത്താവ് എത്ര പ്രാവശ്യമാണ് നിങ്ങളാരെയും വിധിക്കരുത്, ഞാൻ നിങ്ങളെ വിധിക്കത്തില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു ഇമോഷണൽ റെസ്പോൺസ് എപ്പോഴും ഒരു വിശ്വാസി അല്ലെങ്കിൽ ആത്മീയമായിട്ട് ജീവിക്കാൻ ട്രൈ ചെയ്യുന്ന ഒരാൾ എപ്പോഴും വളരെ റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഈ 2 ആഴ്ചയിൽ കുമ്പസാരം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാവരും ഭയങ്കര ഇതാണ്, അയ്യോ അത് പാടാണ് മെനക്കേടാണെന്നൊക്കെ എല്ലാവരും പറയുമ്പോഴും അത് നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാനായിട്ടാണ്. കാരണം 2 ആഴ്ച എന്ന് പറയുമ്പം അത്യാവശ്യം നമ്മൾ ആരെയാണ് ബുദ്ധിമുട്ടിച്ചതെന്നും ആരെയാണ് വേദനിപ്പിച്ചതെന്നും നമുക്ക് കറക്റ്റായിട്ട് സിറ്റുവേഷൻ ഉൾപ്പെടെ ഓർമ്മയുണ്ടാവും. 1 മാസത്തെ കണക്കെന്നൊക്കെ പറയണത് നമുക്ക് ഞാൻ 4ാമത്തെ മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടില്ല, കുറച്ച് പേരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ലൈസൻസ് പോലീസുകാരനെ കാണിക്കുന്ന ഇറ്റ്സ് ഓക്കെ, ക്ലിയർ, ഓക്കെ, ഗോഡ് എന്ന് പറയുന്ന. പക്ഷേ ഒരു 2 ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എല്ലാം തെളിഞ്ഞു നിൽക്കും. ആരെയാണ് ഏത് വാക്ക് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ചിന്തയിൽ നമ്മൾ വീണ്ടും കോൺഷ്യസ് ആയിട്ട് പ്രാർത്ഥിച്ച് കുമ്പസാരിക്കുമ്പോഴും അല്ല ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുമ്പോഴും അത് നമ്മൾ റെക്ടിഫിക്കേഷൻ നടക്കും. ഇതെല്ലാം അഫക്റ്റ് ചെയ്യണത് ഹൃദയത്തെയാണ്. നമ്മുടെ വികാരങ്ങൾ, അയ്യോ അമ്മയോട് ഈ ആഴ്ചയിലും ചൂടായി, രണ്ടാമത്തെ ചൂടായി, കുറേ പ്രാവശ്യം ഇത് മാറ്റണമല്ല. ഇപ്പം നമ്മളിങ്ങനെ ഈ വീണ്ടും ഇൻട്രോസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കുത്തലുണ്ടാവും, ഇത് എന്തുവാണ് എല്ലാ പ്രാവശ്യം ഇത് തന്നെയാണല്ലോ പറയണത്. അപ്പോൾ പതുക്കെ ഈ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നും, എടാ ഈ പോക്ക് ശരിയല്ല ഏട്ടാ, എന്നാണിത്. അപ്പോൾ ഇങ്ങനൊരു ചിന്ത ഉള്ളിൽ നിന്ന് വരാത്തിടത്തോളം കാലം മാർപ്പാപ്പ വന്ന് കുർബാന ചൊല്ലി പ്രസംഗിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകണമില്ല, എത്ര പുതുക്കിയിട്ടും ഒരു കാര്യമില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സങ്കീർത്തനം പറയണത് പോലെ, നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ ഞാൻ നിന്നെ തേടുന്നു എന്ന് പറയണ പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് മാറണം, എനിക്ക് നന്നാവണം എന്നൊരു ചിന്ത ഉണ്ടാകുന്നത് വരെ ദൈവത്തിന് പോലും നമ്മളെ രക്ഷിക്കാൻ പാടാണ്. ഒരു പക്ഷേ
നമ്മുടെ ചുറ്റുമുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തരുമായിരിക്കും. പല കുടുംബങ്ങളും അമ്മമാർ പ്രാർത്ഥിക്കണം മുന്നോട്ട് വന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ഇങ്ങനെയുള്ള ഇൻട്രോസ്പെക്ഷൻ നടക്കണം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരുപാട് വൈകിപ്പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഉടമ്പടിയിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് ഈ പുതുക്കാൻ വരുമ്പോഴാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും ഇപ്പോൾ ഓൺലൈനിൽ തന്നെ ശ്രവിക്കുന്നവരും ഒക്കെ ഒന്ന് പുതുക്കിയൊക്കെ നിൽക്കുന്നവർ വളരെ എല്ലാവരും പുതുക്കി നിൽക്കുന്നവരാണ്. ഓരോ പുതുക്കലിലും നിങ്ങൾ അമ്മയെടുക്കുക വരുമ്പോഴും ഓർക്കും, അയ്യോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തില്ല, ഈ പ്രാവശ്യം ചെയ്തില്ല, അങ്ങനെ ചെയ്യണം. കാരണം ഇവിടെ വന്ന് നിൽക്കുമ്പം നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയും. ഇത് തന്നെയാണ് ഒരു കുമ്പസാരക്കൂട്ടിൽ പോയി നിൽക്കുമ്പം ഇനി 2 ആഴ്ച ഒരിക്കലും കുമ്പസാരിക്കണമല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ പ്രാഗിയായിരിക്കും പോകണം. എങ്കിലും അവിടെ വന്ന് നിൽക്കുമ്പം നമ്മുടെ ഉള്ളിൽ ആത്മാവ് പ്രേരിപ്പിക്കും, ഇത് പറയണം അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോസ്പെക്ഷനുള്ളൊരു അവസരം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളത് ഉടമ്പടിയിൽ നടക്കുന്ന വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമ്മൾ വീണു പോകുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുമ്പോൾ ഓരോ പുതുക്ക് കഴിയുമ്പോഴും ഉടമ്പടിയിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അപ്ഗ്രഡേഷൻ നടക്കും. ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ തോന്നിവാസം പിള്ളേർ ചെയ്യുമെന്ന് പറയുന്നത് പോലെ ആത്മീയ ജീവിതത്തിലും നമുക്കിങ്ങനൊരു ചോദിക്കാനും പറയാനും ഉള്ളൊരു സംവിധാനമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരൊക്കെയും ഈ റെക്ടിഫിക്കേഷൻ നടത്തി ഹൃദയശുദ്ധിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതാണ് കുറേ പേര് പറയുന്നത്, മാതാവിനെ കണ്ടു അല്ലെങ്കിൽ ഈശോയെ കണ്ടു, ഞാൻ കുർബാന അർപ്പിച്ചപ്പോൾ ദർശനം കിട്ടിയെന്നൊക്കെ പറയുന്നില്ല. ഈ വചനത്തിൻ്റെ റെഫറൻസ് എവിടെ കിടക്കണം? ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ഇത് തന്നെയാണ് നെക്സ്റ്റ് റെഫറൻസ്. അതാണ് കാരണം ആവർത്തിച്ച് എന്നിലുള്ള കുറവുകളൊക്കെ തിരുത്തി പ്രാർത്ഥിച്ച് ഓരോ ദിവസവും ഇതുപോലെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ റെക്ടിഫൈ ചെയ്ത് വരുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ദൈവം നമുക്ക് തെളിയിച്ചു തരും, നിൻ്റെ ഹൃദയശുദ്ധിക്ക് ദൈവത്തെ കാണാനുള്ള അവസരമുണ്ടെന്ന്. എത്ര സാക്ഷ്യങ്ങളാണ് അതിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. എൻ്റെ സ്നേഹമുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളോട് പറയുന്ന വാക്കുകൾക്ക് എല്ലാത്തിനും മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറെ പ്രത്യേകിച്ച് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ആദ്യം ഹൃദയത്തിൽ ഇട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരുത്തരം കൊടുക്കുക എന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. കർത്താവ് മലമുകളിൽ പോയി 2 പ്രാവശ്യമാണ് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, കർത്താവിൻ്റെ പീഡാസഹനത്തിന് മുൻപ് രക്തം വീർത്ത് 2 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ. ചില ഡിസിഷൻസൊക്കെ എടുക്കുമ്പം ഒരുപാട് ധ്യാനവും പ്രാർത്ഥനയൊക്കെ വേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വിവാഹം മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ പ്രായിക്കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ വിളിച്ചു തീർക്കണം എന്നറിയോ. ചില ഡിസിഷൻസ് എടുത്തതിന് ശേഷം പിന്നെ ഒരു റെക്ടിഫിക്കേഷൻ പോസിബിൾ അല്ല. അത് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ഏത് സബ്ജക്റ്റ് എടുക്കുന്നതും ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അപ്പം ഓരോ സീരിയസ് വിഷയം അനുസരിച്ച് തത്തുല്യമായിട്ട് ഹൃദയത്തിലൊരു പ്രാർത്ഥന ഉണ്ടാവണം. ഒരു കല്യാണമാണെങ്കിലും ഒരു മനസ്സമ്മതമാണ് എന്താണെങ്കിലും ആ സീരിയസ്നെസ് അനുസരിച്ച് അത് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ അതിന് തത്തുല്യമായിട്ട് ഈക്വൽ ടൈം പ്രാർത്ഥനയിൽ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് ദൈവം കാണിച്ചു തന്ന മാതൃകയാണ്. ആദ്യം ഹൃദയത്തിലേക്ക് ആ വിഷയം എടുക്കുക. ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കൊടുക്കേണ്ടതാണെങ്കിൽ ഈശോയെ ഞാൻ പറയാൻ പോകണമെന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി കൊടുക്കേണ്ടതല്ല എങ്കിൽ ആദ്യം പ്രാർത്ഥനയിൽ അത് വിഷയമാക്കണം. പ്രാർത്ഥനയിൽ വിഷയമാക്കിയതിന് ശേഷം കർത്താവിനെ കൂട്ടുകക്ഷിയാക്കി മാതാവിനെയും കൂട്ടുകക്ഷിയാക്കിയിട്ട് വേണം ആ പ്രപ്പോസലിന് മുൻപോട്ട് വെക്കാനായിട്ട്. അപ്പം നമുക്ക് തിരിച്ചു വരുമ്പം നമുക്ക് പറയാമല്ലോ, കർത്താവെ നിന്നോട് പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇതിലേക്ക് ചെന്ന് ചാടിയത്, കർത്താവെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഇത് ചെയ്തത്. പക്ഷെ തുറന്ന മനസ്സോടുകൂടി ആയിരിക്കണം. നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാം കൊടുക്കാൻ റെഡിയായിട്ട് കർത്താവെ ഇടപെടണേ നല്ല പ്രാർത്ഥന. എൻ്റെ ഈശോയെ ദിസ് ഈസ് ദ സിറ്റുവേഷൻ, ഇതാണ് മാലാഖ എന്നോട് പറഞ്ഞത്, ഇതാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞത്, ഇതാണ് ദേഷ്യപ്പെട്ടപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞത്, ഇതാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്, ഇതാണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ഈ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം വേണം, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പം സാമൂഹ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നില്ല, കർത്താവെ അരുൾ ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയുമ്പം ദൈവം നമ്മളോട് സംസാരിച്ചു തുടങ്ങും. അങ്ങനെ സംസാരിക്കണമെങ്കിൽ ആദ്യം ഒരു ശീലം ഉണ്ടാവണമെന്നുള്ളതാണ്. രണ്ടാമത്തേത് ഹൃദയശുദ്ധിയിലേക്ക് വരുവാനുള്ള പ്രാർത്ഥനയുടെ ചൈതന്യവും പ്രവർത്തനത്തിൻ്റെ ചൈതന്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൻ്റെ ശബ്ദം നമുക്ക് ഇപ്പോൾ ദൂരെയൊക്കെ നിൽക്കുമ്പം അമ്മ വിളിക്കുമ്പം അമ്മയുടെ ശബ്ദമാണെന്ന് വരും നമ്മളെന്തോ എന്ന് വിളി കേൾക്കുമല്ലോ. അങ്ങനെ ഒരു ഇതൊന്ന് കേട്ട് അനുഭവിച്ച് കണ്ടും മിണ്ടിയും പഴകിക്കുമ്പം ഒരാൾ ഒരു ശ്വാസം പോലും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരാൾ നടന്നു വരുമ്പോൾ പോലും നിങ്ങളുടെ കുടുംബത്തിൽ വീട്ടിൽ ചിലർ നടന്നു വരുമ്പോൾ പോലും ഞാൻ വരുന്നുണ്ടെന്ന് പറയും.
കാരണം വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പോലും കുഞ്ഞുങ്ങൾ മനസ്സിലാകും. അപ്പോൾ അങ്ങനെ പഴകണമെങ്കിൽ നമ്മൾ അത്രയും ഒത്തുവസിക്കണം. എൻ്റെ സ്നേഹമുള്ളവരെ, ഈ ഉടമ്പടിയിലായിരിക്കുന്ന നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഓരോ വിഷയവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് അതിന് തത്തുല്യമായിട്ടൊരു പ്രെയർ ടൈമും അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം. അതിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എവിടെ പോകണം, ഇപ്പോൾ ഇറങ്ങിക്കഴിയുമ്പോൾ ചായ കുടിക്കണോ, അതങ്ങനെയുള്ള കാര്യങ്ങളല്ല. ജീവിതം ഓരോ ഗൗരവമായ കാര്യം വരുമ്പോഴും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം അവസാനം ആ പ്ലാൻ പൊളിഞ്ഞ് പാളീസാകുമ്പോൾ കർത്താവേ എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അതല്ലല്ലോ. അങ്ങനൊരു പ്രാർത്ഥന ആ ഒരു സൈക്കോളജി അല്ല അതിൽ. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും കർത്താവിനെ കൂട്ടുവിളിച്ച് മുൻപോട്ട് പോയിട്ട് ഒരു കാര്യം എന്ത് ആര് സംസാരിച്ചാലും അതിന് പെട്ടെന്നൊരു റെസ്പോൺസ് കൊടുക്കേണ്ട ഒരു സീരിയസ് ആയൊരു വിഷയമാണെങ്കിൽ ഒരു ജപമാലയെങ്കിലും ചൊല്ലാതെ, ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും ചൊല്ലാതെ, മാതാവിനോട് ചോദിക്കാതെ ഒരു ഉത്തരം കൊടുക്കാനായിട്ട് മുതിരരുത്. അതൊരു സൗഹൃദമാണെങ്കിലും ഒരു ബന്ധമാണെങ്കിലും ഒരു ഏത് കാര്യമാണെങ്കിലും പ്രാർത്ഥനയിൽ റെഫറൻസ് ഇല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണമായിട്ട് മാറരുത്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുണ്ട്, ചെറിയ തീരുമാനങ്ങളുണ്ട്. ഇന്നിവിടെ ആയിരിക്കണമെന്നും ഇന്ന് യൂട്യൂബ് ഓണാക്കണമെന്നും വണക്കമാസത്തിൽ കൂടണമെന്നൊക്കെ നമ്മളെടുത്തൊരു ചെറിയ തീരുമാനം, അത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു. അതുപോലെ നമ്മൾ ഇതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതോ അടുത്ത വീട്ടിലെ കാര്യങ്ങളോ, പക്ഷേ എന്ത് തീരുമാനമാണെങ്കിലും ഫസ്റ്റ് തന്നെ ഇതൊക്കെ ഈശോയോടും മാതാവിനോട് റെഫർ ചെയ്യണം. കർത്താവേ, വാട്ട് ഈസ് നെക്സ്റ്റ്? ഞാൻ പോവാണ്, ഞാനിപ്പോൾ വണ്ടി ഓടിക്കാൻ പോവാണ്, ഞാനിപ്പം കടയിൽ പോവാണ്, ഞാനിപ്പം സിനിമയ്ക്ക് പോവാണ്, എന്താണെങ്കിലും ഈശോയെ കൂട്ടുവിളിക്കണം. ഈ ഒരു അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഈ കാലയളവിൽ സാക്ഷികൾ പരിശോധിക്കുമ്പോൾ എല്ലാവരും പറയണത് എന്താ? ഞാൻ പോയപ്പോൾ കാശ് രൂപ ഞാൻ കയ്യിലെടുത്തു, ഞാൻ പോയപ്പം ഉടമ്പടി ഉപ്പ് കയ്യിലെടുത്തു, ഞാൻ പോയപ്പോൾ ഉടമ്പടിയിൽ തൈലം തേച്ചിട്ടാണ് പോയത്. എന്താണ് ഇതിൻ്റെയൊക്കെ ഡയറക്റ്റ് റെഫറൻസ് എന്ന്? ഞാൻ പോയപ്പം എൻ്റെ കർത്താവിനെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം ഞാനവിടെ ചെന്നപ്പം എൻ്റെ കാര്യങ്ങളിൽ ദൈവം വ്യക്തമായിട്ട് ഇടപെട്ടു. അല്ല, ഞാനവിടെ ചെന്നപ്പം ദൈവം എനിക്ക് ആവശ്യമായതെല്ലാം എന്നെ കാത്തിരിക്കുന്നത് പോലെ ആളുകളവിടെ കാത്തിരുന്നു. അപ്പം ഇതൊരു ദൈവാനുഭവമായിട്ട് മാറണമെങ്കിൽ ദൈവം കൂടെ സഞ്ചരിക്കുന്ന അനുഭവങ്ങളുണ്ടാവണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഈശോയോടും മാതാവിനോടും കൂടി ആലോചിക്കാതെ ഒരു തീരുമാനവും, ഹൃദയത്തിൽ പ്രാർത്ഥന വിഷയമാവാത്ത ഒരു ബന്ധവും ഒരു സൗഹൃദവും ഒരു തീരുമാനവും ഒരു വസ്തുവും നമ്മുടെ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും പ്രവേശിക്കാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥന ഒരു ശക്തിയാവട്ടെ, ഈ ജപമാല ഒരു ശക്തിയാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായി ഞങ്ങൾ നിസീമ പ്രതാപനായിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്തോഷകരമായ ദിവ്യരഹസ്യം. ഒന്നാം ദിവ്യരഹസ്യം, പരിശുദ്ധ കന്യാമറിയം ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയിൽ അറിയിച്ചുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. സിന്ധു ബാബു, കൊച്ചി. ഓട്ടോറിക്ഷയുടെ ടെസ്റ്റ് നടത്തുവാനും വീടിൻ്റെ കച്ചവടം നടക്കുവാനും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാനും പ്രാർത്ഥിക്കുന്നു. സിജി ടോമി, മലയാറ്റൂർ. 28, 30 എന്നീ ദിവസങ്ങളിൽ നടക്കുന്ന എക്സാം പാസ്സാകുന്നതിനും എൻ്റെ പഴയ ഭവനം പുതുക്കി പണിയുന്നതിനും എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും രോഗാവസ്ഥയിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. ഷീബ ഡേവിസ്, ഇംഗ്ലണ്ടിലെ ജനങ്ങളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റാനും ഇംഗ്ലണ്ടിലേക്ക് ധാരാളം വൈദികരെ തന്ന് അനുഗ്രഹിക്കുവാനും എൻ്റെ മകനെയും മകളെയും ഭർത്താവിനെയും വാഗ്ദാന പേടകങ്ങളാക്കി മാറ്റുവാനും പ്രാർത്ഥിക്കുന്നു. മേരി അഗസ്റ്റിൻ, വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ലഭിക്കുവാനും ഭർത്താവിന് ജോലിയിൽ ഉയർച്ച ലഭിക്കുവാനും ജൂൺ 22 OET പരീക്ഷ വിജയിക്കുവാനും ജോലി ലഭിക്കുവാനും എത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി ജെയിൻ ആൽബി, വട്ടപ്പറമ്പിൽ, ആലുവ. കാനഡയിൽ പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന ജൂഡിൻ്റെ കോഴ്സ് പാസ്സായി വർക്ക് വിസ ലഭിക്കുന്നതിന് മഴക്കാലമാകുമ്പോൾ വെള്ളം കയറുന്ന വീട് മാറി ഒരു വീട് നൽകി അനുഗ്രഹിക്കുന്നതിനും UK-യിൽ ജോലി ചെയ്യുന്ന മകൾക്ക് കുടുംബത്തിനും അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുശീല, ബേപ്പൂർ, തമിഴ്നാട്. വീട്ടിലെ കഷ്ടങ്ങൾ നീങ്ങുവാനും മക്കളുടെ അസുഖം മാറുവാനും മക്കൾ എല്ലാവരും സുഖമായി ഇരിക്കുവാനും ഒരു വീടില്ലാത്ത ഞങ്ങൾക്ക് ഒരു വീട് നൽകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞമ്മ, USA. കെവിന് ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. LC, കോട്ടയം. മോന് ഒരു മാർഗം കാണിച്ചു തരുവാനും മകൻ്റെ അസുഖം മാറ്റി തരുവാനും നിവിൻ്റെയും ജോണിൻ്റെയും കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജി, പിറവം. മോനെ ACCA അഫിലിയേറ്റ് ആക്കി തരുവാനും കിട്ടുവാനുള്ള പണം മുഴുവൻ കിട്ടുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോജി ജോസഫ്, തൈവേലിക്കകം, ആലപ്പുഴ.
കുടുംബത്തിൻ്റെ കടബാധ്യതകൾ മാറി സമാധാനം ലഭിക്കുന്നതിനും മകൻ്റെ ഹൃദയ സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറി നല്ല ആരോഗ്യം ലഭിക്കുന്നതിനും നല്ല ശമ്പളത്തോടു കൂടിയ ഒരു ജോലി ലഭിച്ച് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീന ജോസഫ്, കോട്ടാശ്ശേരി, ആലപ്പുഴ. എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ജോലി ലഭിക്കുന്നതിനും സഹോദരൻ്റെയും കുടുംബത്തിൻ്റെയും കടബാധ്യതകൾ മാറുവാനും സമാധാനം ലഭിക്കുന്നതിനും ഡെലിവറിയിൽ കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീതാമ്മ വർഗീസ്, പള്ളിക്കത്തയിൽ, അർത്തുങ്കൽ. ഭവനം പണി പൂർത്തിയാകുവാനും രോഗസൗഖ്യം ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. സാബു ജോർജ്, റോസ് വില്ല, കലവൂർ. 79ാം ജന്മദിനം ആഘോഷിക്കുന്ന അമ്മച്ചിക്ക് ആയുസ് ആരോഗ്യവും ഉണ്ടാകുവാനും PSC പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മകന് പരീക്ഷാ വിജയവും ജോലിയും B.Ed പരീക്ഷയ്ക്ക് ഉന്നത വിജയവും കടബാധ്യതകൾ മാറുന്നതിന് ആരോഗ്യം ലഭിക്കുന്നതിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഗ്രേസി തങ്കച്ചൻ, അരേശ്ശേരിയിൽ, അർത്തുങ്കൽ. വിദ്യാഭ്യാസ ലോൺ ബാധ്യത മാറുവാനും മകൻ്റെ വിവാഹം മംഗളമായി നടക്കുവാനും രോഗസൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജി റുഡോൾഫ്, വേലിയാത്ത്, വാടയ്ക്കൽ. മാതാവിൻ്റെ സംരക്ഷണത്തിൽ പൈശാചിക ബന്ധനം മാറുവാനും ജോലിഭാരം കുറച്ച് പുരോഗതി ലഭിക്കുവാനും മക്കളുടെ പഠന പുരോഗതിക്കും കുടുംബ സമാധാനത്തോടെ ബാധ്യതകൾ മാറുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാബു, കരുനാഗപ്പള്ളി. 28ാം തീയതി നടക്കുന്ന ഇൻ്റർവ്യൂ പാസ്സാകുവാനും വീടിനടുത്ത് തന്നെ ജോലി ലഭിക്കുവാനും സിബിനും സെബായ്ക്കും നല്ലതുപോലെ പഠിക്കുവാനും പരിശുദ്ധാത്മാവിൽ നിറയുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. BJ തോമസ്, വേലമ്പറമ്പിൽ, ആറാട്ടുവഴി. മാതാവേ, മകൻ്റെ രോഗാവസ്ഥ പൂർണ്ണമായി മാറുന്നതിന് അനുഗ്രഹിക്കണമേ. മകൻ്റെ വിവാഹം നടക്കുന്നതിനും മക്കളുടെ ഉപരിപഠനം നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിലോമിന ജോസഫ്, നാളത്തെ ബയോപ്സി ക്യാൻസർ ആകാതിരിക്കുവാനും കുടുംബ സമാധാനത്തിനും അമ്മച്ചിയെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. മിനി ബി ജോർജ്, പുതുക്കരി. മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. വീടിൻ്റെ പണി പൂർത്തിയാകുവാനും കുടുംബത്തിൽ വിശുദ്ധിയും ആത്മീയതയും ഉണ്ടാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിയ, പൂവരണി, പാല. കാനഡയ്ക്ക് പോകുവാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. IELTS പാസ്സാകുന്നതിനും ഭവനം പണി പൂർത്തിയായി കയറി താമസിക്കുവാൻ പറ്റിയതിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജെ സജി, കാവാലം. 30-ന് മുൻപായി എഗ്രിമെൻ്റ് എഴുതുവാനും ഭാര്യ ശോഭനയുടെ ഓഫീസിലുള്ള 2,50,000 രൂപ 30-ാം തീയതിക്ക് മുൻപായി ലഭിക്കുവാനും സ്ഥലവും വീടും ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം മാറുവാനും ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കുന്നതിനും പപ്പയുടെ സോറിയാസിസ് രോഗം മാറുന്നതിനും എല്ലാവിധ അസുഖങ്ങളും മാറുന്നതിനും മമ്മിയുടെ വെരിക്കോസ് മുട്ടുവേദന മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സരസ്വതി, തിരുവനന്തപുരം. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുവാനും 2 സൈക്കിൾ വിറ്റ് പോകുവാനും എൻ്റെ മോന് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസി വർഗീസ്, അറയ്ക്കൽ. എൻ്റെ ബേക്കറിയിൽ നല്ല കച്ചവടം നടക്കുവാനും എൻ്റെ ലോൺ മുഴുവൻ അടച്ചു തീർക്കുവാനും കുടുംബം പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാധാമോഹനൻ, എൻ്റെ മോൻ്റെ വിവാഹ തടസ്സം മാറുവാനും ജോലി തടസ്സം മാറുവാനും വീടിൻ്റെ പണി പൂർത്തിയാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗീതാചന്ദ്രൻ, ദുബായ്. മകളുടെ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും അടുത്ത വീട്ടിലെ കുട്ടിയുടെ അസുഖം മാറുവാനും എൻ്റെ കണ്ണിൻ്റെ അസുഖം മാറുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീതാമ്മ യോഹന്നാൻ, കുരിശിങ്കൽ, ചെത്തി. ഭർത്താവിൻ്റെ ക്യാൻസർ രോഗം മാറുന്നതിനും അലർജി രോഗം മാറുവാനും മക്കളുടെ കുടുംബം സമാധാനം സന്തോഷത്തിലും ആയിരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിനു കുര്യൻ, ബഹ്റിൻ. ഭർത്താവിൻ്റെ ട്യൂമർ പൂർണ്ണമായി മാറുവാനും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുവാനും ഭർത്താവിന് ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ഫലപ്രദമാകുവാനും ജുവൽ, ജിൽസ, ജിസ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുസ്മിത സുജാതൻ, പത്തനംതിട്ട. അമ്മ മാതാവേ, എക്സാം റിസൾട്ട് സപ്ലി ഇല്ലാതെ പാസ്സാക്കി തരുവാനും അമ്മയുടെ ജോലി ശരിയാകുന്നതിനും കഷ്ടപ്പാടൊക്കെ മാറ്റിക്കൊടുക്കുവാനും മാമൻ്റെ കടങ്ങൾ തീർക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിൽറ്റർല പീറ്റർ, ഭവനം പൂർത്തിയാക്കുവാനും ലോൺ ലഭിക്കുന്നതിനും സിസ്റ്റർ ദൈവവിളിയിൽ നിൽക്കുവാനും ലിസിമോളുടെ അസുഖം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പി ജെ ജയമോഹൻ, പള്ളിപ്പറമ്പിൽ, ആലപ്പുഴ.
വർഷങ്ങളായി നടക്കുന്ന കേസിൽ നിന്ന് വിടുതൽ നീതി നടപ്പാക്കി തരുവാനും മക്കളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും ഉടമ്പടിയെടുത്ത് ഹോം സ്റ്റേയിൽ താമസിക്കുന്ന മരുമോളുടെ കണ്ണുനീരൊപ്പി നിത്യതയിലേക്ക് നയിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജി ഓച്ചിറ കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാനും റീവാലുവേഷന് ജയിക്കാൻ മാർക്ക് ലഭിക്കുവാൻ വേണ്ടിയും സജീവിൻ്റെ ഹാർട്ടിൻ്റെ അസുഖം, മൂത്രത്തിൽ കല്ല് എന്നിവ മാറുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിയ ജോസ് കല്ലഞ്ചിറ വാടപ്പള്ളി പഠിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മാറുവാനും വയറുവേദന മാറുവാനും തലവേദന മാറുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് ഏലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. നന്മ ടിജി ജോസ് മാടപ്പള്ളി കാണാതെ പോയ ആധാരം തിരിച്ചു കിട്ടുവാനും ഹസ്ബൻഡിൻ്റെ പേരിൽ സ്ഥലം എഴുതുവാനും കൃപയുണ്ടാകണമേ.
ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ. കിട്ടാനുള്ള പൈസ കിട്ടുവാനും രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുന്നു. നിൽസൺ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാകുവാനും വിൽക്കാൻ പറ്റാത്ത സ്ഥലം വിൽക്കുവാൻ സാധിക്കുവാനും ബിൽഡിംഗ് റെൻറ്റിന് കൊടുക്കുവാനും സാധിക്കണമേ. ജെൻസി കെന്നി, കുഴിവേലിൽ കുടുംബത്തെ സമർപ്പിക്കുന്നു. രോഗങ്ങളും അസ്വസ്ഥതകളും മാറുവാനും മക്കൾ ലിയ, അജോ, ഡോണ, ജോൺ ഈശോയുടെ കൃപയിൽ വളരുവാനുള്ള അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുമോൾ ടോമിച്ചൻ പാല, ജന്മദിനം ദൈവാനുഗ്രഹത്തിനു ആയും സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയും രോഗസൗഖ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലില്ലി ജോസ് തോപ്പിലാൽ ഐമുറി, മോളുടെ ശരീരത്തിൻ്റെ എല്ലാ അസുഖങ്ങളും മാറുന്നതിനും ജോസേട്ടന് സ്ട്രോക്ക് വന്നതിൻ്റെ ഓർമ്മക്കുറവ് മാറ്റുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലില്ലി ജോസ് തോപ്പിലാൽ ഐമുറി, കരാർ എഴുതിയ സ്ഥലത്തിൻ്റെ തടസ്സങ്ങൾ മാറി ആധാരം ചെയ്ത് മേടിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും എൻ്റെ പ്രഷർ, ഷുഗർ, തൈറോയ്ഡ് രോഗങ്ങൾ മാറുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഗ്രേസി അഗസ്റ്റിൻ കളത്തിപ്പറമ്പിൽ വാരാപ്പുഴ, മക്കളുടെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അരുൺ കൊല്ലം, ജോലി ലഭിക്കുന്നതിനും ത്രേസ്യയുടെ വൃക്കരോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടുവാനും അർപ്പിതയ്ക്ക് ആഹാരത്തിനോടുള്ള വിരക്തി മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദം കൊല്ലം, കേൾവിശക്തി പൂർണ്ണമായി ലഭിക്കുമെന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോൺ മിക്കി, ജിനു സാബു കൊല്ലം, ശാരീരിക സൗഖ്യം ലഭിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു. ത്രേസ്യാമ്മ കൊല്ലം, വൃക്കരോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ബിജിമോൾ ഡോമിനിക്ക്, വാടയ്ക്കൽ ആലുവ, കുടുംബത്തിലെ പാരമ്പര്യ രോഗങ്ങളിൽ നിന്നും മക്കൾക്ക് സൗഖ്യവും വിടുതലും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ പാസ്സാകുന്നതിനും വർക്ക് വിസ ലഭിക്കുന്നതിനും ഗ്രേസിക്കും ജോബിനും ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. റെജിമോൾ മംഗലത്ത്, ഓപ്പറേഷന് അഡ്മിറ്റ് ആകുന്ന ടെസ്റ്റുകളെല്ലാം നോർമൽ ആകുവാനും കമ്പനി പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിജി, ഓപ്പറേഷൻ നോർമൽ ആകുന്നതിന് വേണ്ടിയും എല്ലാ ടെസ്റ്റുകൾ നോർമൽ ആകുന്നതിന് വേണ്ടിയും ജോർജിൻ്റെ വിസ റിജക്ഷൻ കൂടാതെ കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എൽസമ്മ മാത്യു, പൂനാട് മൂവാറ്റുപുഴ, സ്ഥലം വിൽക്കുവാനും മക്കൾ 2 പേരുടെയും ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയും മക്കളുടെ വിവാഹം വിശ്വാസത്തിൽ ജീവിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഫ്രാങ്ക്ലിൻ, CA ഫൈനൽ എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയും സിമി ഹൈജിൽ, അഭിഷേകിൻ്റെ 10ാം ക്ലാസ് ഉന്നത വിജയത്തിന് വേണ്ടിയും അഭിഷേകിൻ്റെ ഓട്ടിസം മാറുന്നതിനും നല്ല ഭാവി ജീവിതത്തിനും സിഖി ഹൈജിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖം മാറുന്നതിനും മെയ് 30-ന് എക്കോ കാർഡിയോഗ്രാം നോർമലാക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ധന്യ ജോസഫ്, പനക്കൽ വലിയ കലവൂർ, സ്ഥലം വാങ്ങാൻ മാതാവ് അനുഗ്രഹിച്ചതിനും വീട് വയ്ക്കുന്നതിന് മകളുടെ പഠനത്തിന് വേണ്ടിയും അമ്മച്ചിയുടെ രോഗാവസ്ഥ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സുജ സേവ്യർ, അരേശ്ശേരിയിൽ അർത്തുങ്കൽ, വീട്ടിൽ സ്വസ്ഥതയ്ക്ക് വേണ്ടിയും സഹോദരങ്ങൾ പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാനും എല്ലാ മക്കളും നന്നായി പഠിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലൈന സേവ്യർ, അരേശ്ശേരിയിൽ മുംബൈ, നല്ല സ്വഭാവത്തിൽ വളരുവാനും അവർക്ക് ദൈവവിളി ലഭിക്കുവാനും മക്കൾ നന്നായി പഠിക്കുവാനും അനുഗ്രഹത്തിന് വേണ്ടിയും നല്ല സ്വഭാവത്തിൽ വളരുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കിയാര ആലുവ, കുടുംബസമാധാനത്തിന് വേണ്ടിയും ആയുരാരോഗ്യം, ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്റ്റോണി ഒലിവ്, ഓഫീസ് നല്ല രീതിയിൽ നടക്കുവാനും മാതാപിതാക്കളുടെ ആരോഗ്യത്തിനും എല്ലാ മരിച്ച വിശ്വാസികളുടെ ആരോഗ്യശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജെനി ജോസ്, ഓസ്ട്രേലിയയിൽ പോകുവാനുള്ള വിസയും ജോലിയും ശരിയാകുന്നതിനും എമി തത്തമ്പള്ളി, എമിയുടെ ഓട്ടിസം മാറിക്കിട്ടി എല്ലാവരുമായി സംസാരിക്കുവാനും പ്രാർത്ഥിക്കുന്നു. വിക്ടർ തത്തമ്പള്ളി, ഓസ്ട്രേലിയയിൽ ഭവനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈജി കുമ്പളങ്ങി, മകൾക്ക് കുഞ്ഞിനെ ലഭിക്കുവാനും ഡിസ്ക് മുട്ടുവേദന മാറുവാനും സഹോദരന് ശരീരസുഖം ഉണ്ടാകുവാനും മകന് നല്ല സ്വഭാവം ഉണ്ടാകുവാനും സഹോദരൻ്റെ മകൾക്ക് വിദേശത്ത് ജോലി ലഭിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീന ജോൺ, ചെട്ടിവളപ്പിൽ മതിലകം, എൻ്റെ ഭർത്താവ് ജോൺസൻ്റെ കഴുത്തുവേദന മാറുവാനും ജസ്ലിൻ നല്ല ഒരു ജോലി ലഭിക്കുവാനും കുടുംബത്തിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോവന്ന ചേറായി, മകളുടെ വിവാഹം നടക്കുവാനും സ്ഥലം വിൽപ്പന വേഗം നടക്കുവാനും കുടുംബത്തിൽ ഈശോയും മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു.
ഇന്ദുലേഖ കുടുംബസമാധാനം, മക്കളുടെ വിദ്യാഭ്യാസത്തിനും നല്ല മക്കളായി വളരുവാനും സ്ഥിരം ജോലി ഉണ്ടാകുവാനും മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രിൻസ് ഫ്രാൻസിസ്, പ്രിൻസ് എന്ന മകനെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നതിനും ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നതിനും സാലറി കൂട്ടിക്കിട്ടുന്നതിനും ഉയർന്ന ജീവിതാന്തസ് നൽകുന്നതിനും രോഗസൗഖ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സോഫിയ പ്രിൻസ്, കൊല്ലശ്ശേരിയിൽ അഴീക്കൽ, മക്കൾക്ക് ഉയർന്ന ജീവിതാന്തസ് ലഭിക്കുന്നതിനും അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഫോണിനോടുള്ള അമിത അഡിക്ഷൻ മാറിക്കിട്ടുന്നതിനും റീവാലുവേഷൻ കൊടുത്ത വിഷയങ്ങൾക്ക് ഫുൾ A+ കിട്ടുവാനും നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ നമുക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദൈവരഹസ്യം, പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബത്ലഹേം നഗരിയിൽ പാതിരയ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുകൂട്ടിൽ കിടത്തി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. ലീലാമ്മ മാത്യു, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനും ജുജിൻ്റെ രോഗം മാറുന്നതിന് വേണ്ടിയും ഹന്നമോളുടെ എക്സാം നല്ല രീതിയിൽ ആകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സെൽവൻ വർഗീസ് ചെട്ടുകാട്, വിവാഹ തടസ്സം മാറുവാനും ഉപ്പൂറ്റുവേദന മാറുവാനും പ്രാർത്ഥിക്കുന്നു. നീന സെബിൻ കുറുപ്പുംപടി, ഞാൻ വാങ്ങിയ പ്രോപ്പർട്ടിയുടെ പൈസ പറഞ്ഞ സമയത്ത് കൊടുക്കുവാനും
സ്കോട്ട്ലൻഡിൽ പഠിക്കാൻ പോയിരിക്കുന്ന എൻ്റെ അനിയൻ നന്നായി പഠിക്കുവാനും ഒരു ജോലി ലഭിക്കുവാനും ഞങ്ങളുടെ മകൾ എല്ലാ ദൈവാനുഗ്രഹത്തിലും വളർന്നു വരുവാനും രണ്ടാമത് ആരോഗ്യവും ബുദ്ധിയുമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. റേച്ചൽ തോമസ്, ഷെറിൽ മോൻ്റെ കാൽമുട്ടിൻ്റെ ലിഗ്മെൻറ്റിൻ്റെ MRI എടുക്കുമ്പോൾ നോർമൽ ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിൻ മാത്യു, എൻ്റെ ജോലി തടസ്സം മാറുവാനും ജോലി ചെയ്യാനുള്ള കൃപ ലഭിക്കുവാനും ഞങ്ങളുടെ നടുവേദന മാറുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മേഴ്സി ഇരിങ്ങാലക്കുട, മകളുടെ വിവാഹം നടക്കുന്നതിനും ആധാരം തിരികെ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്ലെമീന വർഗീസ് ചെട്ടിക്കാട്, ശാരീരിക സൗഖ്യം ലഭിക്കുന്നതിനും മാനസിക ബുദ്ധിമുട്ട് മാറുവാനും മകൻ്റെ വിവാഹം നടക്കുവാനും പ്രാർത്ഥിക്കുന്നു. റീത്ത ആൻ്റണി, അഞ്ജലിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ മാസം തന്നെ ലഭിക്കുന്നതിനും മരുമകൻ്റെ കേസ് 28-ാം തീയതി വിജയിക്കുന്നതിനും വസ്തു ഈ മാസം തന്നെ വിറ്റുകിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോൻ എടത്വ, അജോ ദുശീലങ്ങൾ മാറുവാനും കുടുംബസമാധാനം ലഭിക്കുവാനും കൃഷി നല്ല രീതിയിൽ പോകുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. റോസ്മരിയ നിക്സൺ, കൂടെ തുടർച്ചയായി വരുന്ന പനിയിൽ നിന്നും റോസ്മരിയ, മേരി ഡെയ്സി എന്നിവർക്ക് സംരക്ഷണം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്കമ്മ വർഗീസ്, എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി, മക്കളില്ല. കുഞ്ഞിനെ ലഭിക്കുവാനും രണ്ടാമത്തെ മകൻ്റെ കല്യാണം നടക്കുവാൻ വേണ്ടിയും എൻ്റെ ചെവിയുടെ കേൾവിക്കുറവ് മാറ്റിത്തരുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ ലാലിച്ചൻ, പുത്തൻപറമ്പ് വണ്ടാനം, നേഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കുന്നതിനും തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും നല്ല ഭാവിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രാജേഷ് വിജയ്, മൂത്രത്തിലുള്ള കല്ല് അസുഖം മാറുവാനും വിദേശത്ത് പോകുവാനും സമാധാനം ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അഭിമേലക് വാടയ്ക്കൽ, +1 അഡ്മിഷൻ ലഭിക്കുവാനും നല്ലതുപോലെ പഠിക്കുവാനും കടബാധ്യത മാറുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഫെബി ടോമി, കോതമംഗലം, UK വിസ നൽകി അനുഗ്രഹിക്കുവാനും തടസ്സങ്ങൾ മാറുവാനും ഫാമിലിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലിജി മേരി, ബഹ്റിൻ, കടബാധ്യതകൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനു റൈഗ, മെയ് 28-ന് സ്റ്റാർട്ടാവുന്ന മോഡൽ എക്സാം പാസ്സാകുവാനും യൂണിവേഴ്സിറ്റി എക്സാം പോസ്റ്റ്പോൺ ആകുവാനും യൂണിവേഴ്സിറ്റി എക്സാമിന് എനിക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്ക് ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആൽഫിൻ മാത്യുവിന് മാനസാന്തരം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെൽന ഡേവിസ്, അമ്മേ മാതാവേ, എൻ്റെ BSc നേഴ്സിംഗ് 4th ഇയർ എക്സാം പാസ്സാകുവാനും എൻ്റെ അമ്മയുടെ ബ്ലീഡിംഗ് മാറ്റിത്തരുവാനും എൻ്റെ അനുജൻ്റെ പഠന മേഖലയിൽ വിജയം കിട്ടുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിക്സൺ സേവ്യർ, മകൻ വിദേശത്ത് ജോലിയിൽ ഉയർച്ചയും കല്യാണത്തിൻ്റെ തടസ്സം മാറുവാനും സഹോദരി അലീനയുടെ പഠനത്തിനുള്ള രൂപയും ഉണ്ടാകുവാനും കുടുംബത്തിന് സമാധാനം കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അരുൺ ടോം, ഈ ആഴ്ച തന്നെ ഞങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് പാസ്പോർട്ട് ലഭിക്കുവാനും ഞങ്ങളുടെ ലൈറ്റ് യാത്രയിൽ അമ്മ കൂടെ ഉണ്ടാകുവാനും എക്സാം പാസ്സാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷില്ലി കുഞ്ഞുമോൻ, നിത്യതയെ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഭാഗ ഉടമ്പടി നടത്തുവാനും ഒരു പുതിയ ഭവനം ലഭിക്കുവാനും എല്ലാ അലർജി രോഗവും നട്ടലിൻ്റെ വളവും നേരെയാക്കി തരുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മേരി ബേബി, എൻ്റെ മരുമകൾ ക്യാൻസറാണ്, സുഖപ്പെടാൻ വേണ്ടിയും മക്കളെല്ലാവരും ആരോഗ്യത്തിലും പരിശുദ്ധിയിലും ജീവിക്കാൻ വേണ്ടിയും ഭർത്താവിൻ്റെ മദ്യപാനം മാറാനും വിവാഹം നടക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോബ് MJ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാനും നല്ല ഒരു പാർട്ട് ടൈം ജോലി എത്രയും പെട്ടെന്ന് ലഭിക്കുവാനും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുവാനും അതുലിൻ്റെ CA പഠനം വിജയകരമായി പൂർത്തിയാക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജുവാൻ ജോൺസൺ, ലണ്ടൻ, നല്ല ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുവാനും പഠിക്കാൻ ബുദ്ധിയും ശക്തിയും ലഭിക്കുന്നതിനും അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോവാൻ ജോൺസൺ, UK, ലണ്ടൻ, നല്ല ആയുസ്സും ആരോഗ്യവും ലഭിക്കുവാനും അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനും ആഹാരം നന്നായി കഴിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോൺസൺ, UK, ലണ്ടൻ, പരീക്ഷ പാസ്സാകുവാനും പാസ്റ്റ് ഇൻ്റർവ്യൂ പാസ്സാകുവാനും അസുഖം ഉണ്ടാകാതിരിക്കുവാനും നല്ല ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സോണി ജോൺസൺ, ലണ്ടൻ, ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ 3 ബെഡ്റൂം ഉള്ള വീട് ലഭിക്കുവാനും 1 വർഷത്തിനുള്ളിൽ വീട് ലഭിക്കുവാനും
നല്ല ആയുസ്സും ആരോഗ്യവും ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. BR ലാൽ, തിരുവനന്തപുരം. BR ലാബിൻ്റെ പുരോഗതിക്ക് വേണ്ടി നന്ദി പറയുന്നു. ജെസ്സി തോമസ്, ജിതിൻ, സിന്ധു ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയും ടിനു, നിഫി കുടുംബത്തോട് സമാധാനത്തിലും ആയിരിക്കുവാനും ഗ്രേസിക്കും മാത്യുവിനും രോഗസൗഖ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സിനു ബിജു, പുളിവിളയിൽ, കൊട്ടാരക്കര. മോൾക്ക് ജർമ്മനിയിൽ ഒരു പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയും സ്വന്തമായി ഒരു ഭവനത്തിന് വേണ്ടിയും ഭർത്താവിൻ്റെ മദ്യപാനവും പുകവലിയും തീർത്തു തരുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാമത്തെ രഹസ്യം, പരിശുദ്ധ മാതാവ് ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശേമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഡോക്ടർ സീതമ്മ, പള്ളിക്കര വാറനാട്. 4 വർഷമായി കുട്ടികളില്ല. കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലൻ പള്ളിക്കൽ വാറനാട്, ജോലി ലഭിച്ചതിന് കൃതജ്ഞത പറയുന്നു. സാന്ദ്ര സുഭാഷ്, പള്ളിച്ചുവട്ടിൽ വാറനാട്, പരീക്ഷ വിജയിക്കുന്നതിനും സാന്ദ്ര സുഭാഷിൻ്റെ പരീക്ഷ എഴുതുന്നതിനുള്ള തടസ്സം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സുബിൻ ഫ്രാൻസിസ്, ചെട്ടുകാട്, എൻ്റെ വിവാഹ തടസ്സം മാറുവാനും ന്യൂസിലാൻഡിലേക്കുള്ള ജോലി ശരിയാകുവാനും എൻ്റെ അമ്മയ്ക്ക് ആയുസ്സും ആരോഗ്യവും ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സവിത അയ്യൻ, തട്ടുകുന്നേൽ, ഈരാറ്റുപേട്ട,
കേറ്ററ്റ് എക്സാമും UP എക്സാമും പഠിച്ച് പാസ്സാകുവാനും ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാനും മക്കൾക്ക് നല്ലവണ്ണം പഠിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ടെസ്സി ജോസഫ് മക്കൾ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുവാനും ജോർജ് സജിക്ക് ഫസ്റ്റ് MBBS എക്സാം ഉന്നത വിജയം ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മരിയ സജി 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് നേടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാവീദ് ജോസഫ് ചെത്തി ദൈവഭക്തിയിൽ വളരുവാനും കൊച്ചിൻ്റെ ഭയം മാറുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എയ്ഡൻ മാത്യു കലവൂർ ഭയം മാറുവാനും ദൈവസ്നേഹത്തിൽ വളരുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ശാന്ത മോഹൻ മകൻ അപ്പുവിൻ്റെ വയർവേദന മാറുവാനും അപ്പുവിന് നല്ല കോഴ്സ് തിരഞ്ഞെടുക്കുവാനും കണ്ണന് ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റി ജോസ് വിവാഹം നടക്കുന്നതിനും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും അസുഖം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷാരോൺ സുനിൽ ഷാരോൻ്റെ 3rd ഇയർ BSc നഴ്സിംഗ് സപ്ലി വിജയിക്കുവാനും 27-28 തീയതികളിൽ 4th ഇയർ BSc നഴ്സിംഗ് സപ്ലി കൂടാതെ പാസ്സാകാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സുനിൽ സെബാസ്റ്റ്യൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാകുവാൻ വേണ്ടിയും ഞാൻ തുടങ്ങുന്ന ബിസിനസ് ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷാലി സുനിൽ ഞാൻ ഐറിഷ് ഡ്രൈവിംഗ് ടെസ്റ്റ് 2 പ്രാവശ്യം എൻട്രി ചെയ്ത് ഫെയിലായി. ഇനി 11 പ്രാവശ്യം എൻട്രി ചെയ്ത് ഫെയിലായി. ഇനി 12ാമത്തെ പ്രാവശ്യമാണ്. പാസ്സാക്കി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലൻ ജോയ് അർജുൻ ജോയിയുടെ വിവാഹം നടക്കുവാനും ഹാരിസ് ബെന്നിയുടെ വിവാഹം നടക്കുവാനും ഹാരിസ് ബെന്നിക്ക് സാലറിയുള്ള ജോലി ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആൻ്റണിയുടെ അഡിനോയിഡ് കംപ്ലൈൻറ്റ് മാറുവാനും ഏഞ്ചലിന് എല്ലാ പൈശാചിക ശക്തികളുടെ പ്രശ്നം മാറുവാനും ഏഞ്ചല് നന്നായി ആരോഗ്യത്തോടെ ഇരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവിത നീറ്റ് 2024 റിസൾട്ട് വരുമ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ ലഭിക്കുവാനും പവിത്ര നല്ലതുപോലെ പഠിക്കുവാനും എൻ്റെ അമ്മയ്ക്ക് കടയിൽ നല്ലതുപോലെ കച്ചവടം ഉണ്ടാവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബിനു വിൽസൺ മകന് വിസ ലഭിക്കുന്നതിന് വേണ്ടിയും പോകാൻ പൈസ റെഡിയാകാനുള്ള തടസ്സങ്ങൾ മാറുവാനും വീടിൻ്റെ പണി പൂർത്തിയാകാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ചിന്നൻ ജോർജ് അവിശ്വാസം പരിഹരിക്കുവാനും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടിയും ആയുസ്സും ആരോഗ്യവും വിശുദ്ധിയുമുള്ള കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സജി പോൾ എറണാകുളം ഭർത്താവിൻ്റെ ലിവർ പ്രശ്നം മാറുന്നതിനും കുഞ്ഞിന് നല്ല ആരോഗ്യത്തിന് വേണ്ടിയും കുടുംബത്തിൽ എല്ലാവരും ആയുസ്സും ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അഞ്ജു മാത്യു പാല്യത്തറ OSCC എക്സാം നന്നായി പാസ്സാകുന്നതിനും നീതു തോമസ് UK OSCC എക്സാം നന്നായി ചെയ്യുന്നതിന് സിജോ വെളുത്തെടുത്ത് തെറ്റായ പ്രേമബന്ധത്തിൽ നിന്ന് മാറിക്കിട്ടുവാനും ജോലി തടസ്സം മാറുവാൻ വേണ്ടിയും വിവാഹ തടസ്സം മാറുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മാത്തൻ ജോസ് അമ്മയ്ക്ക് ലങ് ക്യാൻസറാണ്, അത് മാറുവാനും മൂത്ത മകൻ്റെ അലർജിയും കാലുവേദനയും മാറുവാനും എല്ലാ കുടുംബാംഗങ്ങൾക്കും സമാധാനവും സന്തോഷത്തിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബെൻസി ബേബി കൊച്ചുതറ മകൻ്റെ പാസ്പോർട്ട് പുതുക്കി കിട്ടുവാൻ വേണ്ടിയും മകൾക്ക് കുട്ടികൾ ഉണ്ടാകുവാൻ വേണ്ടിയും മക്കളുടെ UK വീട് വാങ്ങി പ്രമാണം നടത്തുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സിജിമോൾ എൻ്റെ സ്വർണ്ണവള തിരിച്ചു കിട്ടുവാൻ വേണ്ടിയും 6 മണിവരെ ജോലി സമയം മാറ്റി കിട്ടുവാൻ വേണ്ടിയും ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജിജോ ജോസഫ് എൻ്റെ വിവാഹ തടസ്സം മാറുവാനും എനിക്ക് വയസ്സ് കൂടുതലാണ്, എനിക്ക് വീട് കിട്ടുവാൻ വേണ്ടിയും ചേട്ടന്മാരുടെ വിവാഹ തടസ്സം മാറുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സനിഷ കലവൂർ നല്ല മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടുവാനും നല്ല ഭാവിക്ക് വേണ്ടിയും നല്ല വിദ്യാഭ്യാസത്തിനും നല്ല ആരോഗ്യവും ആയുസ്സും ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനു ഫാമിലി കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പീറ്ററും കുടുംബവും പ്രതിസന്ധി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ദിവ്യകുമാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. അഞ്ചാം ദിവരഹസ്യം നാം ധ്യാനിക്കുമ്പോൾ കൃപാസനം സ്ഥാപക ഡയറക്ടർ ഡോക്ടർ ഫാദർ പി ജോസഫ് അച്ഛനെ സമർപ്പിക്കുന്നു. അച്ഛൻ്റെ ആത്മീയ, സാംസ്കാരിക, സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ മേൽ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണം ലഭിക്കുന്നതിനും അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുവാനും കൃപാസനം സ്പിരിച്വൽ ആനിമേറ്റർ ക്ലിൻ്റൺ അച്ഛന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിനും കൃപാസനം മീഡിയ സെക്രട്ടറി സിസ്റ്റർ ജോമോൾ ജോസഫിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കുന്നതിനും ഇവിടെ കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കുന്നു. കൃപാസനം പള്ളിത്തോട്, ഫോക്ക് ആർട്സ്, കൃപാസനം മരിയം ഗാർഡൻ, സോഷ്യോ, കൃപാസനം ചാരിറ്റബിൾ മിഷൻ, കൃപാസനം മീഡിയ എന്നീ മേഖലകളിൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും കൃപാസനത്തിൽ അൾത്താര തൊട്ട് അടുക്കള വരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും, വാഹന ലീഡേഴ്സ്, കൃപാസനത്തിൽ തീർത്ഥാടന ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ, ഫോൺ വഴി പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നവർ, കൃപാസനം അഖണ്ഡ ജപമാല ഗ്രൂപ്പ്, ഇതുവരെ വണക്കമാസം ഏറ്റെടുത്ത് നടത്തിയവർ, ഇനിയും വണക്കം ഏറ്റെടുത്ത് നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ, ഈ വണക്കം ഓൺലൈനായി കണ്ട് പ്രാർത്ഥിക്കുന്നവർ, ഇവിടെ വന്ന് വണക്കം കൂടി പ്രാർത്ഥിക്കുന്നവർ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഓരോ നിമിഷവും കടന്നു വരുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം.
നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പേ, ശ്രീകന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിന്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിറവാർപ്പുരം നിനക്കീകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം.
കനിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. കനിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. കനിവിൻ്റെ നിറവാതുരം നീ നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യക്കടലാകുമമ്മേ നിനക്കായിരം സ്തോത്രഗീതം. ഇരുപത്തിയേഴാം തീയതി ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ദൈവമാതാവിൻ്റെ വിമല ഹൃദയം. ഒന്നാമത്, ഈ പരിശുദ്ധ ഹൃദയം ഈശോ മിശിഹായുടെ തിരുഹൃദയം കഴിഞ്ഞാൽ എല്ലാ ഹൃദയങ്ങളെക്കാളും മഹിമയുള്ളതായും, രണ്ടാമത് പരിശുദ്ധിയുള്ളതായും, മൂന്നാമത് സ്നേഹിക്കപ്പെടുവാൻ യോഗ്യമുള്ളതുമായിരിക്കും. ആദ്യം, സർവേശ്വരൻ സൃഷ്ടിച്ച ഹൃദയങ്ങൾ വെച്ച് മറിയത്തിൻ്റെ ഹൃദയം ഏറ്റവും മഹിമയുള്ളതും എല്ലാ വർണ്ണങ്ങൾക്കും യോഗ്യത ഉള്ളതുമാകുന്നു. എത്രയും പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ഉന്നതമായ ഹൃദയം സൃഷ്ടിപ്പാനും പൂജ്യമായ വരങ്ങളാലും വിലയേറിയ വരപ്രസാദങ്ങളാലും സമ്പൂർണ്ണമാവണ്ണം അലങ്കരിക്കാനും തിരുമനസ്സായി. അതിനാൽ പിതാവായ സർവേശ്വരൻ തൻ്റെ അളവില്ലാത്ത വല്ലഭത്വം കൊണ്ട് മറിയം തനിക്ക് യോഗ്യപുത്രിയായിരിക്കുവാൻ ആ നാഥയ്ക്ക് വിനയവും കീഴ്വഴക്കവുമുള്ള ഹൃദയം ദാനം ചെയ്തു. സുതനായ സർവേശ്വരൻ ഈ കന്യകയുടെ ഉദരത്തിൽ വസിപ്പാൻ തിരുമനസ്സായതിനാൽ തൻ്റെ അമ്മയാകുന്നതിന് തക്ക ഹൃദയമാണ് ആ നാഥയ്ക്ക് നൽകിയത്. റൂഹാകൂദാശയായ സർവേശ്വരൻ ഈ കന്യകയെ അധികമായി സ്നേഹിച്ചിരുന്നതിനാൽ ദൈവസ്നേഹാഗ്നിയിൽ ജ്വലിക്കുന്ന ഹൃദയം ഈ നാഥയ്ക്ക് പ്രദാനം ചെയ്തു. ആകയാൽ ഈ വിമല ഹൃദയത്തിന് ലഭിച്ചിരിക്കുന്ന മഹിമയും പരിശുദ്ധിയും എത്രയെന്ന് പറയുവാനോ വിചാരിപ്പാൻ പോലുമോ ആർക്കും സാധിക്കുന്നതല്ല. സ്വർഗത്തിൽ ഈ വിമല ഹൃദയത്തെ വാഴ്ത്തിക്കൊണ്ടാടി വരുന്ന ദൈവദൂതന്മാരുടെ കൂടെ ഏകോപിപ്പിച്ച് ഈ വിമല ഹൃദയത്തിൻ്റെ മനോവാക്കിലടങ്ങാത്ത മഹിമ മോക്ഷത്തിൽ കണ്ടുകൊണ്ടാടി സ്തുതിപ്പാനും നാമും പ്രയത്നിക്കേണ്ടതാകുന്നു. രണ്ടാമത്, സർവേശ്വരനാൽ നിർമ്മിതമായ ഹൃദയങ്ങളിൽ വെച്ച് ദൈവമാതാവിൻ്റെ വിമല ഹൃദയം ഏറ്റവും പരിശുദ്ധമാകുന്നു. എല്ലാ പുണ്യങ്ങളുടെയും വിസ്മയിപ്പാൻ തക്ക മാതൃകയായ ഈശോ മിശിഹായുടെ തിരുഹൃദയത്തിൻ്റെ ഉത്തമ ഛായയായ ഈ വിമല ഹൃദയം ഉഗ്രമായ സ്നേഹാഗ്നിയാൽ കത്തിജ്വലിച്ച് ഭക്തിജ്വാലകരേക്കാൾ ദൈവത്തെ ഏറ്റവും സ്നേഹിക്കുകയും മറ്റേത് പുണ്യാത്മാക്കളെയുംക്കാൾ തൻ്റെ സൽക്രിയകളാൽ ദൈവത്തെ അധികമായി സ്തുതിക്കുകയും ചെയ്തു എന്നത് നിശ്ചയം തന്നെ. ദൈവമാതാവിൻ്റെ പരിശുദ്ധ ഹൃദയമേ, വരപ്രസാദത്തിൻ്റെ നിക്ഷേപമേ, സകല പുണ്യാന്മാരുടെ പ്രതിരൂപമേ, എല്ലാ പുണ്യവാന്മാരുടെയും ഇരിപ്പിടമേ, അങ്ങെനിക്ക് എല്ലാ ഇപ്പോഴും മാതൃകയായിരിക്കണമേ. ഞാൻ അങ്ങേ പക്കൽ വന്ന് താഴ്മ, വിരക്തി, സൗമ്യത, ക്ഷമ, ലോകനിന്ദ, ഈശോയോടുള്ള സ്നേഹം മുതലായ പുണ്യങ്ങൾ ഹൃദയപൂർവ്വം യാചിക്കുന്നു. മൂന്നാമത്, മറിയത്തിൻ്റെ പരിശുദ്ധ ഹൃദയം ഈശോയുടെ തിരുഹൃദയം കഴിഞ്ഞാൽ നമ്മോടുള്ള തൻ്റെ ഉപമയില്ലാത്ത സ്നേഹത്തിനും നന്ദിക്കും അർഹതയുള്ളതാകുന്നു. ഈ മാതാവ് നമ്മുടെ ആവശ്യങ്ങളിലും സങ്കടങ്ങളിലും സഹായവും തുണയും ആശ്വാസവുമായി തൻ്റെ ഹൃദയം നമുക്ക് തരുന്നു. നാമും ഈ അമ്മയുടെ ഈ ദൃശ്യമായ സ്നേഹത്തിന് തക്ക പ്രതിസ്നേഹം പ്രദർശിപ്പിച്ചുകൊണ്ട് തൻ്റെ പരികർമ്മത്തിൽ താല്പര്യമുള്ളവരായി ഈ നാഥയുടെ പുണ്യമാതൃകൾ അനുസരിച്ച് നടക്കുവാൻ ശ്രമിക്കണം. ദൃഷ്ടാന്തം: ഒരു മനുഷ്യൻ ഏറെ നാളായി പുണ്യവഴിയിൽ നടന്നു വരുമ്പോൾ ഒരു ദിവസം പിശാചിൻ്റെ കഠിന പരീക്ഷയിൽ അകപ്പെട്ട് പാപത്തിൽ വീഴാൻ ഇടയായി.
ഉടൻ തന്നെ പാപത്തിൻ്റെ ഘോരതയോർത്ത് അവൻ അധികമായി ഭയപ്പെടുകയും പാപസങ്കീർത്തനം ചെയ്യണമെന്ന വിചാരം ദൈവപ്രേരണയാൽ അവനിലുണ്ടാവുകയും ചെയ്തു. എങ്കിലും ലജ്ജയുടെ ആധിക്യത്താൽ ഈ പാപം ഏത് പ്രകാരത്തിൽ വെളിപ്പെടുത്തുമെന്ന് വിചാരിച്ച് കലങ്ങി പിൻവാങ്ങുകയും താൻ ചെയ്ത കുറ്റത്തെക്കുറിച്ച് ദുസ്സഹമായ മനക്ലേശമുണ്ടായി ഭക്ഷിപ്പാനും നിദ്ര ചെയ്യാനും വയ്യാതാവുകയും ചെയ്തു. അപ്പോൾ ഈ മനോവേദനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വെള്ളത്തിൽ ചാടി ചത്തുകളയാമെന്ന് വെച്ച് ആറ്റിൻകരയിൽ പോയി. എന്നാൽ നദീതീരത്ത് ചെന്നപ്പോൾ തനിക്ക് നിത്യനരകവേദന നേരിട്ടിരിക്കുന്നുവെന്ന് ഭയന്ന് ഏറിയ കണ്ണുനീർ ചൊരിഞ്ഞ് ദൈവത്തോട് എൻ്റെ പാപം പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചുപോയി. ഇതിനുശേഷം നേർച്ച പ്രകാരം പല ദേവാലയങ്ങളിലും തീർത്ഥയാത്ര കഴിച്ച് സന്ദർശിക്കുക, ദീർഘമായ ജപങ്ങൾ ചൊല്ലുക, അഗതികളെ സഹായിക്കുക, ഇങ്ങനെ പല സൽകൃത്യങ്ങളും നടത്താതിരുന്നില്ല. എന്നാൽ ഇവയെല്ലാം നിഷ്പ്രയോജനങ്ങളായി ഭവിച്ചതേ ഉള്ളൂ. ഒരു രാത്രിയിൽ അസാധാരണമായ മനപ്പീഡ തോന്നുകയാൽ എങ്ങനെയെങ്കിലും പാപസങ്കീർത്തനം ചെയ്യണമെന്ന് വിചാരിച്ച് അതികാലത്തെ എഴുന്നേറ്റ് പള്ളിയിൽ ചെന്നു. പക്ഷേ പട്ടക്കാരൻ്റെ പാദത്തിങ്കൽ ചെന്നിട്ടും പിന്നെയും ലജ്ജയാൽ പാപോച്ചരണം ചെയ്യാതെ പിൻവാങ്ങി. മറ്റൊരു ദിവസം അപ്രകാരം തന്നെ പള്ളിയിൽ ചെന്നെങ്കിലും അധികമായ ലജ്ജ തടവായി തീർന്ന് ഒരു പ്രകാരത്തിലും ആ പാപം അറിയിപ്പാൻ പാടില്ല എന്ന് വെച്ച് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. എങ്കിലും സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് ദൈവമാതാവിൻ്റെ പക്കൽ തൻ്റെ നിർഭാഗ്യം അറിയിക്കാമെന്ന് കരുതി ഈ നായികയുടെ തൃപ്പാദത്തിൽ പക്കൽ വീണ് തൻ്റെ മേൽ അനുഗ്രഹം തന്ന് കൈവിടാതിരിപ്പാൻ തക്കവണ്ണം മാതാവിനോട് പ്രാർത്ഥിച്ചു. കൃപാസമ്പൂർണയായ ദിവ്യമാതാവ് ഈ നിർഭാഗ്യവാനായ പാപിയുടെ മേൽ അനുഗ്രഹിച്ച് അയാൾ അനുഭവിക്കുന്ന നാശകരമായ ലജ്ജ നീക്കി നേർവഴിക്ക് തിരിച്ചു. അതങ്ങനെയെന്നാൽ തിരുക്കന്യകയുടെ പാദസന്നിധിയിൽ വീണ ഉടനെ വേറെ മനുഷ്യനായി പകർന്ന് എഴുന്നേൽക്കുകയും ധൈര്യത്തോടെ പട്ടക്കാരൻ്റെ പക്കൽ ചെല്ലുകയും തീവ്ര മനസ്താപത്തോടെ താൻ ചെയ്ത പാപമെല്ലാം വേണ്ടുവണ്ണം വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ സന്തോഷവും ആശ്വാസവും സമ്പൂർണമായി ഉണ്ടായി. ക്രിസ്ത്യാനികളെ, നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ അത് ഉത്തമമായി ചെയ്യുന്നതിന് ദൈവമാതാവിൻ്റെ പരിശുദ്ധ ഹൃദയത്തോട് പ്രാർത്ഥിച്ചു കൊള്ളണം. ജപം. ദൈവമാതാവിൻ്റെ കറകൂടാത്ത വിമല ഹൃദയമേ ദൈവസ്നേഹത്തിന്റെ ഇരിപ്പിടമേ അഗാധമായ ദയാസമുദ്രമേ സമാധാനത്തിന്റെ സിംഹാസനമേ ആരാധനയ്ക്ക് യോഗ്യമായ ത്രിത്വൈക ദൈവത്തിന് പ്രസാദിച്ച ആലയമേ മാലാഖമാരാലും മനുഷ്യരാലും വണങ്ങപ്പെടാൻ യോഗ്യമായ വിമല ഹൃദയമേ ഞങ്ങളുടെ നാശം വിചാരിച്ച് ഞങ്ങൾക്ക് വേണ്ടി അധിക സങ്കടവും അപമാനവും അനുഭവിച്ച വിമല ഹൃദയമേ നീചപാപികളായ ഞങ്ങളുടെ മേൽ കൃപയുണ്ടായി അടിയന്റെയും സകല മനുഷ്യരുടെയും ഹൃദയങ്ങൾ ശുദ്ധീകരിച്ച് അതിൽ അങ്ങിൽ ഇടവിടാതെ കത്തിജ്വലിക്കുന്ന ദൈവസ്നേഹാഗ്നി ഞങ്ങളിലും കത്താൻ തക്കവണ്ണം കൃപ ചെയ്യണമേ. എത്രയും തെള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷയായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകേ മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദങ്ങൾ ഞങ്ങൾ അണിയുന്നു. നെടുർപ്പെട്ട കണ്ണീർ ചിന്തി പാവിയായ ഞാൻ നിന്റെ ദയാത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളണമേ. ആമേൻ.
ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സുഹൃത ജപം.
ദൈവമാതാവിന്റെ വിമല ഹൃദയമേ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉത്തമ ഛായയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിമല ഹൃദയമേ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉത്തമ ഛായയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിമല ഹൃദയമേ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉത്തമ ഛായയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽക്രിയ. ദൈവമാതാവിന്റെ വിമല ഹൃദയ സഭയിൽ പേരെഴുതിക്കണം. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ.
സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ ബാലികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വാനവനിരയുടെ രാജ്ഞി, വാവാന്മാരുടെ രാജ്ഞി, സ്നേഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, നിത്യാംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിത രാജ്ഞി, സ്വർഗാരോപിത രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ, പാപം പൊറുക്കണമേ നാഥാ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ ആവേ ആവേ